നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു തടസ്സം നേരിടുന്നത്, അതായത് രക്തക്കുഴലിലേക്കുള്ള തടസ്സം ഉണ്ടാവുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹെമറേജിക് സ്ട്രോക്ക് അഥവാ ഈ രക്തക്കുഴലുകൾ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ, അതാണ് ഹെമറേജിക് സ്ട്രോക്ക്. രണ്ടാമതായി ഇഷ്കീമിക് സ്ട്രോക്ക് അഥവാ ഈ രക്തക്കുഴലിലേക്ക് എന്തെങ്കിലും രീതിയിൽ തടസ്സം നേരിടുന്നു, അതാണ് ഇഷ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ രക്തക്കുഴലുകളെ ഒരു പൈപ്പ് ലൈനായി സങ്കല്പിച്ച് നോക്കാം. ഈ പൈപ്പ് ലൈന് വഴി നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ബ്ലഡ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം. പെട്ടെന്ന് ഈ പൈപ്പ് പൊട്ടിപ്പോകുന്നു എന്ന് കരുതുക. ഈ പൊട്ടിപ്പോകുന്നതിന്റെ ഫലമായിട്ട് ഈ പൈപ്പിലൂടെ പോകേണ്ടിയിരുന്ന രക്തം നമ്മളുടെ തലച്ചോറിന്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോകുന്നു. ഈ സ്പ്രെഡ് ചെയ്ത് പോകുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ തലച്ചോറിലേക്കുള്ള രക്തസമ്മർദ്ദം വളരെ ക്രമാതീതമായ അളവിൽ കൂടുകയും ഇതിന്റെ ഫലമായിട്ട് ചുറ്റുമുള്ള ന്യൂറോൺസ് അഥവാ തലച്ചോറിലെ കോശങ്ങൾക്ക് ക്ഷതം സംഭവിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സ്ട്രോക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹെമറേജിക് സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇഷ്കീമിക് സ്ട്രോക്ക് എന്ന് വിളിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ പൈപ്പ് ലൈനിലേക്ക് എന്തെങ്കിലും ഒരു സാധനം വന്ന് ഈ പൈപ്പ് ലൈനിൽ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. ഈ ബ്ലോക്ക് ചെയ്യുന്ന ഫലമായിട്ട് പ്രീവിയസ്ലി എങ്ങനെയാണോ ഈ രക്തോട്ടം ഉണ്ടായത് അതിൽ കുറവായിരിക്കും ഈ രക്തോട്ടം ഉണ്ടാവുക. അതായത് ഇപ്പോൾ അതിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് പകുതി ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ രക്തോട്ടം കണ്ടിന്യൂസ്ലി നടക്കുന്നില്ല. ആ രക്തോട്ടത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു. അതിൻ്റെ ഫലമായിട്ട് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹത്തിൻ്റെ അളവും കുറഞ്ഞു വരുന്നു. അതേപോലെ അതുവഴി ഓക്സിജന്റെ അളവ് കുറയുന്നു, തലച്ചോറിലേക്ക് സപ്ലൈ ചെയ്യേണ്ട ന്യൂട്രിയൻസിന്റെ അളവ് കുറയുന്നു. അതിന്റെ ഫലമായിട്ട് ഈ നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾക്ക് ക്ഷതം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രീതിയിലുണ്ടാകുന്ന സ്ട്രോക്കിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഇഷ്കീമിക് സ്ട്രോക്ക്. ഇഷ്കീമിക് സ്ട്രോക്ക് ഹെമറാജിക് സ്ട്രോക്ക് പോലെ അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല. ഇഷ്കീമിക് സ്ട്രോക്ക് ഹെമറാജിക് സ്ട്രോക്കിന്റെ അത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ ഇഷ്കീമിക് കൈൻഡ് ഓഫ് സ്ട്രോക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ത്രോംബോലൈറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ് ഉപയോഗിച്ച്, അതായത് ഈ ഒരു ബ്ലോക്കേജിനുണ്ടായ കാരണങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഡ്രഗ്സിന്റെ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സ്ട്രോക്കാണ് ഇഷ്കീമിക് കൈൻഡ് ഓഫ് സ്ട്രോക്ക്. ഇത് തന്നെ